കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ പ്രൊജക്റ്റിൽ കളർ എങ്ങനെ വേരിയബിൾസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്പർ എങ്ങനെ വേരിയബിൾസ് ആയിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും, അതെങ്ങനെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ ക്രിയേറ്റ് വേരിയബിൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് നമ്പർ വേരിയബിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്പർ വേരിയബിൾസ് ആക്കാനായിട്ട് സാധിക്കും. എന്തിനാണ് നമ്പർ വേരിയബിൾ? പാഡിങ് അല്ലെങ്കിൽ കോർണർ റേഡിയസ്, ഓട്ടോ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാഡിങ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കോർണർ റേഡിയസുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ആ ഒരു വാല്യൂ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും അതിനെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡാറ്റാബേസിൽ നമ്മൾ ഈ വാല്യൂസൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന പോലെ സേവ് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മുടെ പ്രൊജക്റ്റിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനെ ഗ്ലോബലി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഫീച്ചറുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. നമുക്ക് ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. കളറ് വേരിയബിളായിട്ട് യൂസ് ചെയ്തപ്പോൾ ചെയ്ത അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ഇത് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രിയേറ്റ് വേരിയബിൾ, ഇവിടെ നമ്പർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കളർ ആഡ് ചെയ്തപ്പോൾ വന്ന അതേപോലെ തന്നെയുള്ള ഒരു ഫോർമാറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടിയത് സ്പേസിങ്ങുകളാണ്. അതായത് പല തരത്തിലുള്ള വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യണം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു ഡിസൈൻ എലമെൻറ്റിൽ ഫോട്ടോ അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ക് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ടൈറ്റിൽ വരാനായിട്ട് അല്ലെങ്കിൽ നെയിം വരാനായിട്ട് ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ നെയിം കഴിഞ്ഞതിന് ശേഷം UX ഡിസൈനർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സബ് ടെക്സ്റ്റ് വരെ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എബൌട്ട് മീ എന്ന ബട്ടണിലേക്ക് ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാല്യൂസ് നമ്മളുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു പറ്റം വാല്യൂസിനകത്തു നിന്ന് നമുക്കതിനെ ചൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഡിസൈൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സ്പേസിങ്ങുകൾ നമുക്ക് എങ്ങനെയായിരിക്കും ആദ്യം തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക? ഈ ഒരു ഡിസൈനിൽ നോക്കുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഓട്ടോ ലേഔട്ടിലെ വാല്യൂസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 12, 34, 28 തുടങ്ങിയ തരത്തിലുള്ള വാല്യൂസാണ് ഇവിടെ ഉള്ളത്. ഇത്തരം വാല്യൂസ് നമുക്ക് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇത്തരം വാല്യൂസിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ, അതായത് സ്പേസിംഗ് ഒന്നും ഇല്ലാത്ത 0 സ്പേസിങ് എന്ന് പറയുന്നത് ഒരെണ്ണം കൊടുക്കാം. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ 4 എന്ന് പറയുന്ന ഒരു മിനിമം സ്പേസ് കൊടുത്തു. അതിനുശേഷം 8 എന്ന് പറയുന്ന ഒരു മിനിമം സ്പേസ് കൊടുത്തു. ഞാൻ ഇതിനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഇതുപോലെ സ്പേസിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തു. 4, 8, 12, 16, 20 എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മളുടെ ഡിസൈനുമായിട്ട് മാച്ചാകുന്ന രീതിയിലാണ് ഞാനൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഡിസൈനിലും 12, 34, 28 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലാണ്. നമ്മളുടെ ഡിസൈനിൽ എങ്ങനെയാണോ സ്പേസിങ് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ അതുപോലുള്ളൊരു കോമ്പിനേഷനിൽ സ്പേസിങ്ങുകൾ അല്ലെങ്കിൽ അതിന് വേണ്ട വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം വാല്യൂസ് നമുക്ക് കൂടുതലായിട്ട് മറ്റ് വാല്യൂസ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇതുപോലെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ഈ ഒരു വാല്യൂസിന് നമുക്ക് ടോക്കണൈസേഷൻ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്ത് റെഫർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ വാല്യൂസും ക്രിയേറ്റ് ചെയ്ത് റെഫർ ചെയ്യേണ്ടതുണ്ട്. ക്രിയേറ്റ് വേരിയബിൾ നമ്പർ. ഞാനിവിടെ നമ്മളുടെ സ്പേസിങ് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പേസിങ്ങിൻ്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ കാണിക്കുകയാണ്. ഞാനിവിടെ ടോക്കൺസിൽ വാല്യൂസാണ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഏലിയാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്രിയേറ്റ് ഏലിയാസ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് സ്പേസിങ് 1ലേക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയെല്ലാം നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കണം.
വാല്യൂസ് എല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞു. വാല്യൂസ് പ്രിമിറ്റീവ്സിൽ നിന്ന് ടോക്കൺസിലേക്ക് ലിങ്ക് ചെയ്തു. നമ്മളിവിടെ വാല്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു, ഏലിയാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ ഡിസൈൻ എലമെൻറ്റുമായിട്ട് ഈ ഒരു ടോക്കൺസിനെ നമുക്ക് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്, റെഫർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡിസൈൻ എലമെൻറ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു ഡിസൈൻ നമ്മൾ ഓട്ടോ ലേഔട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബാറിൽ കാണാനായിട്ട് സാധിക്കും. ഓട്ടോ ലേഔട്ടിൻ്റെ വാല്യൂസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വെർട്ടിക്കൽ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു കണ്ടൻറ്റുകളുടെ അകലം മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ പാഡിങ് നമ്മളിവിടെ കൊടുക്കുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസാണ്. ഇതിനെ നമുക്ക് വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വേരിയബിളിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബലി ഇത് ഈ ഒരു വാല്യൂസിനെ ചേഞ്ച് ചെയ്യാനും പിന്നീട് റീയൂസ് ചെയ്യുന്നതിൽ എളുപ്പമാകാനും ഒക്കെ സാധിക്കും. ഇവിടെ വാല്യൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസിൻ്റെ തൊട്ട് റൈറ്റിൽ ഒരു ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടോക്കൺസ് ഓൾറെഡി കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് 12 ആണ്. 12 കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ ചേഞ്ച് ആവും. ഇപ്പം കുറഞ്ഞ ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 12 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാണ്. ഇവിടെ 12 വേരിയബിളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അതുപോലെ നമുക്ക് ഈ പാഡിങ് ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്തിടണം. അതുപോലെ 34 ആണ്, നമുക്ക് 36 ആഡ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ 28 ആണ്, 28 ആഡ് ചെയ്തു. ഈ ഒരു വാല്യൂസ് എല്ലാം നമ്മൾ വേരിയബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മളുടെ ഡിസൈൻ എലമെൻറ്റുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾസിനെ ലിങ്ക് ചെയ്തു. ഇനി നമുക്ക് വേരിയബിൾസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വരുത്തുന്ന ചേഞ്ചുകളിൽ നമ്മുടെ ഡിസൈൻ ചേഞ്ച് ആവും. സ്പേസിങ് 7 എന്ന് പറയുന്ന പ്രിമിറ്റീവിൽ 24 ആണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോക്കൺസിൽ നോക്കാം. ടോക്കൺസിൽ 24ൽ സ്പേസിങ് 7 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടോക്കൺസിൽ നമുക്ക് ഇപ്പം നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന 12 എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ സ്പേസിങ് 4 എന്ന് പറയുന്നതിനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ സ്പേസിങ് 1 എന്ന് പറയുന്നത് 0 ആണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസിങ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഡിസൈനിൽ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ മറ്റ് വാല്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ 12 എന്ന് പറയുന്ന ആ ഒരു സ്പേസിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂ അനുസരിച്ചാണ്. ഇതുപോലെ തന്നെ നമുക്ക് കോർണർ റേഡിയസും മറ്റ് വാല്യൂസൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇത്രയും വാല്യൂസ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ വാല്യൂസ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡിസൈൻസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് മെനു എടുത്തിട്ട് ന്യൂ ഗ്രൂപ്പ് വിത്ത് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് സ്പേസിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഇതിനെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ഓൾ വേരിയബിൾസിൽ നമുക്കിതെല്ലാം കാണാനായിട്ട് സാധിക്കും. നമുക്കിനി ഈ ഒരു കളേഴ്സിനെ നമുക്ക് ബേസിക് കളേഴ്സ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാൻഡ് കളർ എന്നൊക്കെ പറഞ്ഞിടാം. നമ്മുടെ ഇവിടെ 2 ഗ്രൂപ്പുകളാക്കി കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ്. പ്രിമിറ്റീവിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ബേസിക് കളർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതുപോലെ ഓൾ വേരിയബിൾസിൽ നമുക്കിവിടെ ഈ ഒരു സെക്ഷനും കൂടി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഗ്രൂപ്പ് സെക്ഷൻ സ്പേസിങ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്കിവിടെ ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വേണം നമ്മൾ ഇതിനെ യൂസ് ചെയ്യാനായിട്ട്. കോർണർ റേഡിയസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വേരിയബിളിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാനിത് ഈ ഒരു വർക്ക് ഫയലൊക്കെ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ എടുത്തൊന്ന് പഠിക്കുക, ട്രൈ ഔട്ട് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.